നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡാൽഗോന കോഫി. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ വേണം. സാധാരണ കോഫി പൗഡർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതുപോലെ വിപ്പായി കിട്ടത്തില്ല. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 4 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം തന്നെ വേണം, അല്ലെങ്കിലും വിപ്പാവത്തില്ല, കോഫി പൗഡർ വിപ്പായി കിട്ടത്തില്ല. എന്നിട്ട് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഹാൻഡ് മിക്സറാണ്. ഇലക്ട്രിക് ഹാൻഡ് മിക്സർ വെച്ച് 8 മിനിറ്റ് കൊണ്ട് നമുക്ക് കോഫി പൗഡർ വിപ്പായി കിട്ടും. ഇപ്പം ഇലക്ട്രിക് ഹാൻഡ് മിക്സർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ച് വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം. വിസ്ക് വെച്ചാണെങ്കിൽ അരമണിക്കൂർ ചെയ്തെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ വിപ്പായി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് തിക്കായി കിട്ടേണ്ടത്. ഡാൽഗോന കോഫി ഉണ്ടാക്കുന്നതിന് വേണ്ടി ചൂടുപാലോ തണുത്ത പാലോ ഉപയോഗിക്കാം. ആദ്യം നമുക്ക് ചൂടുപാൽ ഉപയോഗിച്ച് അതിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചോക്ലേറ്റ് സിറപ്പ്, തേന്, മിൽക്ക് ചോക്ലേറ്റ്, കാരമൽ എന്തോ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ തേനാണ് ഉപയോഗിച്ചേക്കുന്നത്. ഗ്ലാസ്സിനകത്ത് തേന് നമുക്ക് പറ്റുന്ന രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഗ്ലാസിൻ്റെ 3/4 പഞ്ചസാര ഇട്ട ചൂടുപാൽ ഒഴിക്കണം. ബാലൻസ് വിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന കോഫിയും ഇടണം. ഒത്തിരി നിറച്ചിടണ്ട, അപ്പം കലക്കാൻ നേരത്ത് കളയും. എന്നിട്ട് സ്വല്പ നേരം കലക്കിയെങ്കിൽ മാത്രമേ ഇത് നല്ലപോലെ പാലുമായിട്ട് മിക്സ് ചെയ്യത്തുള്ളൂ. ഒരു 1.5 മിനിറ്റെങ്കിലും കലക്കേണ്ടി വരും, നല്ലതുപോലെ രണ്ടും കൂടെ മിക്സ് ആവുന്നതിന് വേണ്ടി. അടുത്തതായിട്ട് തണുത്ത പാല് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചോക്ലേറ്റ് സിറപ്പാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 ഐസ് ക്യൂബ് ഇടണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, എന്നിട്ട് 3/4 പാലും ഒഴിക്കണം. ബാലൻസ് വിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന കോഫിയും അതുമിട്ട് നമ്മൾ നല്ലതുപോലെ കുറച്ച് നേരം കലക്കണം, എങ്കിൽ മാത്രമേ നല്ലപോലെ കലങ്ങത്തുള്ളൂ. അതേപോലെ ഒത്തിരി നിറച്ചു ഇടണ്ട, പക്ഷെ നിറച്ചിട്ട് ഇങ്ങനെ മേപ്പോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനൊക്കെ, പക്ഷെ നമുക്ക് കലക്കാനായിട്ട് ഇച്ചിരി പാടാണ്. എന്നിട്ട് ഞാനിവിടെ ചുമ്മാതെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന കോഫി പൗഡർ മേളിലിട്ടിട്ടുണ്ട്. ഇഷ്ടമുള്ളവരാണെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ മിൽക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ എന്തോ വേണമെങ്കിലും അതിൻ്റെ പുറത്ത് ഡെക്കറേറ്റ് ചെയ്യുക. നട്ട്സോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. കോഫി പൗഡർ വിപ്പ് ചെയ്യാൻ നേരത്ത് നമ്മൾ 1:1:1 എന്നുള്ള രീതിയിൽ തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കണം. അതായത് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളവും തന്നെ ഉപയോഗിക്കണം. അല്ല നമ്മളിപ്പം വിചാരിക്കും വെച്ച് പഞ്ചസാര കുറയ്ക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. പഞ്ചസാര കുറച്ച് ഉപയോഗിക്കണമെന്നുള്ളൊരു പാലിനകത്ത് പഞ്ചസാര ചേർക്കാതിരുന്നാൽ മതി. ടേബിൾ സ്പൂൺ ഇല്ലെങ്കിൽ ഏത് സ്പൂണാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പൂൺ വെച്ച് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുത്താൽ മതി. ബാലൻസ് വരുന്ന വിപ്ഡ് കോഫി നമുക്ക് പിന്നീട് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഫ്രീസറിനകത്ത് വെക്കാം. എല്ലാവരും ചെയ്ത് നോക്കണേ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്